ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനം. മത്തായി സുവിശേഷം 1-ാം രണ്ടാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു: യാക്കോബ് യഹൂദായെയും എൻ്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. അപ്പോൾ അബ്രഹാമിന്റെ പുത്രനായിരിക്കുന്ന യേശു കർത്താവിന്റെ വംശാവലിയെ കുറിച്ചാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായി നമ്മൾ ദൈവവചനത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. ഇസ്ഹാക്ക് യേശാവിനെയും യാക്കോബിനെയും ജനിപ്പിച്ചു. ദൈവം യേശാവിനെ ഒഴിവാക്കി യാക്കോബിനെ തിരഞ്ഞെടുത്തു. യാക്കോബ് 12 ഗോത്രപിതാക്കന്മാരെയും ഒരു മകളെയും 4 ഭാര്യമാരിൽ കൂടെ ജനിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നു. സിൽപ, ബിൽഹ എന്ന ദാസിമാരും ലേയ, രാഹേൽ എന്ന ഭാര്യമാരിൽ കൂടെയും 12 ട്രൈബ്സ് ലീഡേഴ്സിനെയും 1 ഗേൾ ചൈൽഡ്. അപ്പോൾ ഇങ്ങനെ 13 പേർ യാക്കോബിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പോൾ യാക്കോബിന് ശേഷം ദൈവം തിരഞ്ഞെടുത്ത് യഹൂദയാണ് തിരഞ്ഞെടുത്തത്. 12 പേരുണ്ടായിട്ടും യഹൂദയെ തിരഞ്ഞെടുത്ത്. എന്തുകൊണ്ട്? അത് ദൈവിക ഉദ്ദേശം, ദൈവിക പ്ലാനുകൾ. യഹൂദയെ തിരഞ്ഞെടുത്തു. ഈ കഴിഞ്ഞ രാത്രികാലം, ശനിയാഴ്ച രാത്രികാലം ഈ യഹൂദയെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ, ദൈവവചനം പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ കുറെ പണ്ട് മുതലേ എനിക്ക് യഹൂദയുടെ CV അത്ര ഇഷ്ടമായി എനിക്ക് തോന്നിയിട്ടില്ല. എന്തുകൊണ്ട്? ആ ദൈവമനുഷ്യന് ചില ജീവിതത്തിന്റെ തകർച്ചകൾ നേരിട്ടു എന്നുള്ളത് ഒരു വലിയ വിഷയമായി എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ആ CV ഞാൻ നോക്കാറേ ഇല്ല അദ്ദേഹത്തിന്റെ. പക്ഷേ ഈ ഞായറാഴ്ച ദൈവിക ആരാധനയിൽ യാക്കോബ് യഹൂദയെ തന്നെ ദൈവത്തിന്റെ ഭക്തന്മാർ പ്രസംഗിച്ച ഒരു അനുഭവം എനിക്ക് കേൾക്കുവാൻ്റെ കൊണ്ട് കഴിയും. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭമുണ്ട്. ഈ സന്ദർഭത്തിൽ യഹൂദയെ യാക്കോബ് അനുഗ്രഹിച്ചു പറയുന്നത് യഹൂദ ബാലസിംഹം എന്നാണ്. മറ്റു 11 മക്കളെയും കുറിച്ചും താൻ ഇങ്ങനെ പറയുന്നില്ല, യഹൂദ ബാലസിംഹം. യഹൂദ അവിടെ നിൽക്കട്ടെ, നമുക്ക് യാക്കോബിലേക്ക് വീണ്ടും പോകാം. തെരഞ്ഞെടുക്കപ്പെട്ട യാക്കോബിന്റെ 2 ഭാര്യമാരെ കുറിച്ച് പഠിക്കുമ്പോൾ, ലേയെ കുറിച്ചും രാഹേലിനെ കുറിച്ചും പഠിക്കുമ്പോൾ, ഭൂലോക ഫ്രോഡായിരിക്കുന്ന ലാബാന്റെ 2 പുത്രിമാര്, ആ അപ്പന്റെ ജീനുകൾ ഈ മക്കളിലും ഉണ്ട്. അതേ സ്വഭാവവിശേഷം ഇവരിലും ഉണ്ട്. യാക്കോബ് അവിടെ നിന്ന് ദൈവത്താൽ പുറപ്പെടുവിച്ചു കൊണ്ടുപോകുമ്പോൾ റാഹേല് അപ്പന്റെ ഗ്രഹബിംബം കൂടെ എടുത്ത് തന്റെ ഒട്ടകക്കോപ്പിനകത്ത് പൂഴ്ത്തി വെച്ചു. അവിടെ വിചാരം ഈ ബിംബമാണ് അവളെ അനുഗ്രഹിച്ചെന്ന്. ലൂസിൽ വെച്ചല്ല, ബഥേലിൽ വെച്ച് നേർച്ച നേർന്ന സർവശക്തനായ ദൈവം യാക്കോബിന്റെ പരിഭ്രമവും കണ്ണുനീരും കണ്ട്, അല്ലെങ്കിൽ യേശു കർത്താവിന്റെ പിതാമഹനായി തീരുവാൻ ദൈവത്താൽ ലോകാരംഭത്തിനു മുമ്പ് തെരഞ്ഞെടുക്കപ്പെട്ട അവൻ അനുഗ്രഹിക്കപ്പെട്ടു. ഇപ്പോൾ യാക്കോബ് അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അതുകൂടെ മോഷ്ടിച്ചുകൊണ്ട് വന്നു. ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളും ചതിവുകളും ഒക്കെ ഈ 2 പെണ്ണുങ്ങളും ഉണ്ടായിരുന്നതായി നമുക്ക് കാണുവാൻ്റെ കൊണ്ട് കഴിയും. അപ്പോൾ ഈ സഹോദരിമാർ തമ്മിൽ തന്നെ വലിയ പ്രശ്നമാണ്. യാക്കോബിന്റെ മക്കളെ, ഏറ്റവും കൂടുതൽ മക്കളെ ആര് കൊടുക്കുമെന്നുള്ള കാര്യം പറഞ്ഞ് ഭയങ്കര തർക്കവും വലിയ യുദ്ധം അവിടെ നടന്നതായിട്ട് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയും. അപ്പൊ കുടുംബജീവിതങ്ങളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ മനുഷ്യനെ വല്ലാതെ പരിഭ്രാന്തിയിലും ടെൻഷനിലും ഡിപ്രഷനിലും ആക്കിക്കളെ. ഇതിന്റെ എല്ലാം ഭാരം അനുഭവിച്ചത് യാക്കോബ്. അപ്പോൾ യഹൂദയിലേക്ക് നമ്മൾ പോകുമ്പോൾ യാക്കോബിന്റെ 12 മക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ യാക്കോബിന്റെ ജീവിതത്തിൽ, അവന്റെ ജീവിതത്തിൽ ഏറ്റവും വേദനാജനകമായ 2 സംഭവങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് നടന്നതായി നമുക്ക് കാണുവാൻ കഴിയും. 16-ാമിൽ നിന്ന് വന്ന് താൻ ശേഖേമിൽ പാർക്കും. താൻ ഒരു സമാധാനപ്രിയനായിരുന്നു. ഞാൻ കഴിഞ്ഞ സ്നേഹസന്ദേശങ്ങളിൽ പറഞ്ഞതുപോലെ അബ്രഹാം ഭയമുള്ളവനായിരുന്നു, ഇസ്ഹാക്ക് ഭയമുള്ളവനായിരുന്നു. 3-ാമത്തെ തലമുറയിലേക്ക് യാക്കോബ് ഭയമുള്ളവൻ. തന്റെ ഇത് പറയുന്നത് ഭയമുണ്ടെന്ന് പറയുന്ന അവിടെ പ്രവൃത്തികൾ കണ്ടും അവിടെ സംസാരങ്ങൾ കേട്ട് ദൈവവചനത്തിൽ നിന്ന് ധ്യാനിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഭയമുണ്ടെന്ന് പറയുന്നത്. അല്ലെ ഞാൻ അബ്രഹാമിന്റെ തോളെ കൈവിട്ടുകൊണ്ട് നടന്ന ഒരാളല്ല.
ദൈവവചനം അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലെ? പരിശുദ്ധാത്മാവ് അതാണ് എന്നെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പ്രസംഗിക്കുന്നത്. അപ്പോൾ യാക്കോബ് ഭയമുള്ളവനായിരുന്നു. 14-ാമിൽ നിന്ന് ലാബാനിൽ നിന്ന് ദൈവം അവനെ വിടുവിച്ചു. ദൈവം വ്യക്തമായി ഇടപെട്ടത് കൊണ്ട് മാത്രം ലാബാനിൽ നിന്ന് വന്ന. ഇപ്പോൾ അവൻ അപ്പന്റെ വീട്ടിലേക്ക് പോവുക. ഭയത്തോടു കൂടിയാ പോകുന്നത്. കാരണം അവിടെ അവന് മുമ്പിൽ മരണമായിരിക്കുന്നതെന്ന് അവന് വ്യക്തമായിട്ട് അറിയും. കാരണം അമ്മ കാരണം ജ്യേഷ്ഠനെ കബളിപ്പിച്ച് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോയതാണ് ലാബാന്റെ അടുക്കിലേക്ക്. ഇപ്പൊ ലാബാന്റെ അടുക്കൽ അവന് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ലാബാനെക്കാട്ടിൽ 10 ഇരട്ടി സമ്പത്ത് അവന് ദൈവം കൊടുത്തു. അവിടെ നിന്ന് കഴിഞ്ഞാൽ അവൻ ചതിയനാണ്. അവൻ എങ്ങനെങ്കിലും ഉപായത്താൽ ഈ സമ്പത്തെല്ലാം പിടിച്ചെടുക്കും. അതുകൊണ്ട് യാക്കോബ് രക്ഷപ്പെട്ട് ഇങ്ങനെ ഓടി വരിക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടല്ലോ, കയ്യിലിരിക്കുന്ന ആർക്കും കൊടുക്കാതെ എങ്ങനെയെങ്കിലും സുരക്ഷിതമായി നമ്മൾ വീട്ടിലെത്തണമെന്നുള്ള ചിന്ത. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ, ഇങ്ങനെ യാക്കോബിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവം 14-ാമിൽ നിന്ന് ശേഖേം പട്ടണത്തിൽ വന്ന് പാർത്ത ഒരു പ്രത്യേക സന്ദർഭമുണ്ട്. ശേഖേം പട്ടണത്തിൽ വന്നിട്ട് താൻ പാർക്കുന്ന ആ ഏരിയ സ്ഥലം ശേബകേമിന്റെ അപ്പനോട് അവൻ വിലയ്ക്ക് വാങ്ങി അവിടെ കൂടാതെ സമാധാനത്തോടു കൂടി പാർക്കുകയാണ്. പാർക്കുന്ന സമയത്ത് ഒരു ദിവസം തൻ്റെ മകൾ ലേയ പ്രസവിച്ച ദീന ദേശത്തിലെ പെൺകുഞ്ഞുങ്ങളെ കാണാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു പോയി. മാതാക്കൾ, ഈ വചനം കേൾക്കാൻ ആർക്കെങ്കിലും മാതാക്കൾക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെൺകുഞ്ഞുങ്ങളെ കുറിച്ച് എപ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടായിരിക്കണം. ദേശത്തെ പെൺകുഞ്ഞുങ്ങളെ കാണാനായിട്ട് പോയി. സൗന്ദര്യവതിയെ ഒരുങ്ങി നല്ല സൗന്ദര്യം, സ്വാഭാവികമായിട്ട് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ അങ്ങനെയല്ലേ പോകുന്നത്. ലേയ ശ്രദ്ധിക്കണമായിരുന്നു. ആ പെൺകുഞ്ഞിനെ അവൾ അറിയാത്ത ഒരു ദേശത്ത് വന്ന് പാർക്കുമ്പോൾ യാക്കോബ് സമാധാനപ്രിയനാണ്. വലിയ സമാധാനത്തോട് കൂടാരം പിടിച്ച് ദാസിദാസന്മാർ ഒരുപാട് പേരുണ്ട്, ആടുപാടുകൾ ഒരുപാടുണ്ട്, സമ്പത്തുകൾ ഒരുപാടുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളുമായി എവിടെങ്കിലും കൂടാരം പിടിച്ച് ഇങ്ങനെ പാർക്കും. നമ്മളൊക്കെ തന്നെ, നമ്മളെയൊക്കെ ഒരു സ്വഭാവം പോലെ ആ മറ്റുള്ളവർ അയൽക്കാരുമായിട്ട് ദേശക്കാരുമായിട്ട് ആരുമായിട്ട് ഒരു പ്രശ്നത്തിനൊന്നും പോകാതെ സമാധാനത്തോട് നമ്മുടെ കുഞ്ഞുങ്ങളുമായി എന്തെങ്കിലും ദൈവം തരുന്ന അതെല്ലാം കഴിച്ചോട്ടെ, പ്രാർത്ഥനകൾക്കും ആരാധനകൾക്കും പോയി ഇങ്ങനെ പോകുക എന്നുള്ള സ്വഭാവക്കാരനായിരുന്നു യാക്കോബ്. പക്ഷെ ഈ പെൺകൊച്ച് എന്ത് ചെയ്തു? ദേശത്തെ കൺമണികളെയും പെൺമണികളെയും കാണുവാനായി ഇറങ്ങി തിരിച്ചു. നീറ്റിന് പഠിക്കാൻ പോകുന്ന പെൺകുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചോണം, IELTS OET പഠിക്കാൻ പോകുന്ന പെൺകുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചോണം, +2 മാത്സിന്റെ ട്യൂഷന് പോകുന്ന പെൺകുഞ്ഞുങ്ങളെ മാതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് മൊബൈലിൽ കുത്തി കാണരുതാത്തൊക്കെ കണ്ടിട്ട് തിന്നുകുടിച്ച് ബേസിക്കകത്ത് കിടന്ന് ഉറങ്ങാനല്ല മാതാവി നിന്നെ ദൈവം ആക്കിയിരിക്കുന്നത്. നിനക്കൊരു പെൺകുഞ്ഞിനെ തന്നിട്ടുണ്ടല്ലോ, ആ പെൺകുഞ്ഞിന് വേണ്ടി രാപ്പകൽ കണ്ണുനീരൊഴുക്കണം. അവൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നുള്ള വ്യക്തമായ ശ്രദ്ധ നിന്നിൽ ഉണ്ടാകണം. അങ്ങനെ ഇവൾ ഒരുങ്ങിച്ചപ്പോൾ ഞങ്ങൾ പോയി ശേഖേം പട്ടണത്തിന്റെ പ്രഭുവായിരിക്കുന്ന ശേഖേം എന്ന യൗവനക്കാരന്റെ മുമ്പിൽ അവനങ്ങ് പിടിച്ചോണ്ട് ചെന്നിട്ട് ഇവളെ ശരിക്കും അപമാനിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപമാനിച്ചു. അവിടെ വലിയ പ്രശ്നമുണ്ടായി യാക്കോബിന്റെ ജീവിതത്തിൽ. അവന്റെ ജീവിതത്തിൽ അവൻ അപകരിച്ച് 2 വലിയ പ്രതിസന്ധികൾ. ഒന്ന് ദീനയുടെ പ്രശ്നത്തിലാണ്. ദീനയുടെ പ്രശ്നം ഇങ്ങനെ ദീന അപമാനിക്കപ്പെട്ടു. സഹോദരങ്ങൾ കണ്ടു, സഹോദരങ്ങൾ ഉപായത്താൽ ശേഖേം പൗരന്മാരോട് ഇടപെട്ടു. അവരെ ഉപായത്താൽ തന്ത്രപരമായി പരിച്ഛേദനയുടെ വേദന 3-ാം ദിവസം ഇരിക്കുമ്പോൾ ആ ദേശത്തെ മുഴുവൻ പുരുഷന്മാരെയും ശിമയും ലേവിയും ഇറങ്ങി വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. യാക്കോബ് ഭയപ്പെട്ടു പോയി. യാക്കോബിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ എങ്ങനെങ്കിലും സമാധാനത്തോടെ ഇവിടെ ജീവിക്കും, ഈ ദേശത്തെ ജനം വന്ന് എന്നെ ഉപദ്രവിക്കും, എന്റെ സമ്പത്തുകാരും എന്റെ കുഞ്ഞുകുട്ടികളെ, എന്റെ ദാസിദാസന്മാരെ ഉപദ്രവിക്കും, വാളിന്റെ വായത്തിലാൽ കൊന്നുകളയുമെന്ന് യാക്കോബ് ഒരുപാട് ഭയപ്പെട്ടു. ദൈവം അതൊന്നും ഇടയാക്കിയില്ല. ദൈവം വേഗത്തിൽ തന്നെ ഒരു പരിഹാരം വരുത്തി കൊടുത്ത് വേഗത്തിൽ എന്ത് ചെയ്തു? അവനെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകും നമുക്ക് കാണുവാൻ. അവന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുഃഖത്തിന്റെ സംഭവം തന്റെ ജോസഫ് എന്ന മകൻ നഷ്ടപ്പെട്ടു. ഈ 2 സംഭവങ്ങൾ യാക്കോബിന്റെ ജീവിതത്തിൽ, യാക്കോബിന്റെ മക്കളെ കുറിച്ച്, തലമുറകളെ കുറിച്ച്, വംശാവലിയിലേക്ക് നമ്മൾ പോകുമ്പോൾ തലമുറകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ 2 സംഭവങ്ങൾ യാക്കോബിനെ വിളിച്ചു കളയുവാൻ്റെ കൊണ്ടും ഇടയായത് നമുക്ക് കാണുവാൻ്റെ കൊണ്ടും കഴിയുന്നു. ജോസഫിന്റെ നഷ്ടം യാക്കോബിന് ഒരു തീരാ നഷ്ടമായി. ലേ ഭയപ്പെട്ടു, സിൽപ്പയും ബിൽഹയും ഭയപ്പെട്ടു, റാഹേൽ തകർന്നു പോകുവാൻ്റെ കൊണ്ടും ഇടയായി. തന്റെ മകൻ നഷ്ടപ്പെട്ടതിൽ വലിയ വിഷമവും സങ്കടവും ഉണ്ടായി. യാക്കോബിന്റെ കണ്ണുനീർ തീരുന്നില്ല. ഭവനം മുഴുവൻ ദുഃഖത്തിലായി. വേഗത്തിൽ, എത്ര പെട്ടെന്നാണ് ജീവിതത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ പൈതലെ പ്രാർത്ഥനയില്ലാതെ ജീവിച്ചാൽ, ആരാധനയില്ലാതെ ജീവിച്ചാൽ, ഉപവാസമില്ലാതെ ജീവിച്ചാൽ, ആമേൻ, സമാധാനത്തോട് പോകുന്ന വണ്ടി എവിടെ പഞ്ചറാകും, എവിടെ പോയി ഇടിക്കുമെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാതാവേ, പിതാവേ, നീ ചെയ്യുന്ന പുണ്യപ്രവൃത്തിയും ദൈവത്തോടുള്ള നിന്റെ മനോഭാവം, നീ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നത് കണ്ടിട്ട്
അറിഞ്ഞിട്ട് വേണം ഈ തലമുറയിൽ. നിന്റെ തലമുറകൾ ദൈവത്തെ അറിയുന്നില്ലെങ്കിൽ അവർ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ശ്രദ്ധ ഉള്ളവളായിരിക്കണം, ശ്രദ്ധയുള്ളവനായിരിക്കണം. അടുത്ത വംശാവലിയിലേക്ക് നമുക്ക് അടുത്ത ദിവസം പോകാം. അതുവരെയും ആമീസ്തോത്രം. യാക്കോബിന്റെ ജീവിതത്തിൽ ആമീസ്തോത്രം വലിയ തിന്മ സംഭവിച്ചുവെങ്കിലും ദൈവം അവനെ അവിടെ നിന്ന് ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ പേരിലെ പ്രാർത്ഥനയോട് ഉപവാസത്തോട് മുന്നോട്ട് പോകാം. ദൈവവചനങ്ങളാൽ നമ്മളെ സഹായിക്കും.